സംസാരം കേട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വി ഡി സതീശനെ കൊണ്ട് ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനെ ചുരുത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും സാധിക്കുന്നില്ലല്ലോ. അതൊരു ഗതികേടല്ലേ? സുഹൃത്തുക്കളെ, കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശനെ എല്ലാവരും കൂടിയിട്ട് പുകച്ച് പുറത്തടിക്കാനുള്ള എല്ലാ ശ്രമവും കാണാനുണ്ട്. മിക്കവാറും ആ ഒരു സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വീണ്ടും വന്ന് കയറുമോ എന്നുള്ള സംശയത്തിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ചരട് വരികളെല്ലാം പുറകുവശത്ത് നടക്കുന്നുണ്ടാണ്. ഈ ഒരു അടുത്ത സമയത്ത് കഴിഞ്ഞ 10-11 വർഷമായിട്ട് NSSുമായി തെറ്റിത്തിരിഞ്ഞ രമേശ് ചെന്നിത്തല ഇതാ NSന്റെ ആസ്ഥാനത്തേക്ക് മുഖ്യ പ്രഭാഷകനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. ഇതുവരെ ഒരു പേരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ കേട്ടിരുന്ന പേരുകൾ ഒന്ന് സുധാകരൻജിയുടെയും ഒന്ന് നമ്മുടെ വി ഡി സതീശിൻ്റെ മാത്രമാണ്. വി ഡി സതീശൻ ഭയങ്കര അഹങ്കാരി എന്നാണ് ഇപ്പോൾ നമ്മുടെ SNDP യോഗ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊന്നും വലിയ ഗുണമൊന്നുമില്ല, കോൺഗ്രസിനെ വീണ്ടും നശിപ്പിക്കുക എന്നുള്ള വലിയ ഗുണമൊന്നുമില്ല എന്ന രീതിയിലാണ് പറയുന്നു. ഒപ്പം തന്നെ അടുത്ത ഇലക്ഷനിൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭ ഇലക്ഷനിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസ് വരില്ല എന്ന് വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരെയുള്ള സാധ്യതയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ കാണുന്നത് കേട്ടോ. വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം. കോൺഗ്രസിനെ പറ്റിയൊരു ഗതികേട്, ഇങ്ങനൊരു ഗതികേട് നേതാവിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗതികേട് ഈ വർത്തമാന കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. ഇത് എന്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിരിക്കും അടുത്ത മിനിറ്റിൽ വി ഡി സതീശൻ പറയുന്നത്. അങ്ങനെ എതിര് പറഞ്ഞ് സ്വന്തം അണികൾക്ക് എതിരായി പറഞ്ഞ് അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ മറ്റു നേതാക്കന്മാരോ പറയുന്നത് എതിരായി പറഞ്ഞുകൊണ്ട് പുള്ളി സർവജ്ഞനായി മാറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ പത്രത്തിലെല്ലാം ന്യൂസ് വരാം, TV-കളിലെല്ലാം കാണിക്കാം. പക്ഷെ രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയും. എന്തായാലും ഗംഭീരമായിട്ടുള്ള നിരീക്ഷണമാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വി ഡി സതീശനും ഒപ്പം സുധാകരൻ ചേട്ടനും തമ്മിലുള്ള ബന്ധം അത്ര വലിയ ഭംഗിയായിട്ടൊന്നല്ല. ഏതൊരു സദസ്സിൽ വെച്ചിട്ട് വി ഡി സതീശനെ കാണാത്തതുകൊണ്ട് ഈ ഒരു എവിടെ പോയി കെടുക്കുകയാണെന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ മൈക്ക് തുറന്നു വെച്ചത് ഓർമ്മയില്ലാതെ നമ്മുടെ സുധാകരൻ ചേട്ടൻ പറഞ്ഞൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. എന്തൊക്കെയായാലും ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശന് എത്ര തന്നെ കസേര ഒരുക്കിയിട്ടും കാര്യമില്ല, ഒപ്പം തന്നെ സുധാകരൻ ചേട്ടനും എത്ര തന്നെ കസേര ഒരുക്കിയിട്ടും കാര്യമില്ല. അത് ഉത്തമ നായരായിട്ടുള്ള നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയായിരിക്കും കൊടുക്കുക. രമേശ് ചെന്നിത്തല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഒരുക്കി വയ്ക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളെയും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും വളരെ സ്നേഹമാണ്. എല്ലാ ജാതി സംഘടനകളുമായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കൂടിയിട്ട് ഒന്നെങ്കിൽ രമേശ് ചെന്നിത്തലയെ കൊണ്ടുപോയിട്ട് നേതാവാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ LDF തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യത. 3ാം തവണ കൂടി LDF അധികാരത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എഴുതാൻ പറ്റുമോ? ബൈ.